നമ്മൾ കാണിക്കുന്നത് നല്ല സിമ്പിളായിട്ടുള്ളൊരു ഗീ കേക്കിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഗീ കേക്ക് ഉണ്ടല്ലോ, അതേ രുചിയിൽ തന്നെ നമുക്ക് വീട്ടിൽ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കാം. നമ്മുടെ ബട്ടർ കേക്കൊക്കെ പോലെ തന്നെ നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റിയാണ് ഈ ഒരു ഗീ കേക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പിയിലോട്ടേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ഒരു ബൗളിലേക്ക് ഞാൻ 1/4 കപ്പ് മൈദ അളന്നിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ അരിച്ചെടുത്തോളൂ. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഇനി വേറൊരു ബൗളിലേക്ക് 1/2 കപ്പ് നിറച്ചും ഗീ അളന്നിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പം ഗീ എടുക്കുന്ന സമയത്ത് ഇതുപോലെ സോഫ്റ്റായിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള ഗീ എടുക്കാൻ ശ്രമിക്കുക. ഇനി ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് കട്ട പിടിച്ച ഗീ ആണെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കുക. പിന്നെ ഒരുപാട് ലൂസാക്കാൻ പാടില്ല, ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കുക. അപ്പം പഞ്ചസാര പൊടിച്ചിട്ട് ഇങ്ങനെ 1 കപ്പ് അളന്നെടുക്കുക. അതായത് ഒരു 1/4 കപ്പ് പഞ്ചസാരയൊക്കെ പൊടിച്ച് കഴിഞ്ഞാൽ ഏകദേശം 1 കപ്പ് പൊടിച്ച പഞ്ചസാര കിട്ടും. എന്നിട്ട് ഗീയും പഞ്ചസാരയും കൂടെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് എഗ് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാനുണ്ട്. ഇനി ഇതുപോലെ ബീറ്റർ വെച്ചിട്ട് നല്ല ഹൈ സ്പീഡിൽ ഇട്ടിട്ട് നമ്മളിത് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു യെല്ലോ കളർ മാറിയിട്ട് ഒരു ലൈറ്റ് ക്രീം ഷെയ്ഡായിട്ട് വരും. ആ ഒരു സമയം വരെ നമ്മളിങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുക. ഇനി എഗ് ബീറ്റർ ഇല്ലെങ്കിൽ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇടയ്ക്ക് സൈഡൊക്കെ ഒന്ന് ഇതുപോലെ ശരിയാക്കി കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല ക്രീമി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മുട്ട ചേർക്കാനുണ്ട്. അപ്പം ഓരോന്നായിട്ട് ചേർത്തിട്ട് ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ട എടുക്കുമ്പം തണുത്ത മുട്ടയല്ല, റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കുക. ഇനി രണ്ടാമത്തെ മുട്ട കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചില സമയത്ത് മുട്ട ചേർക്കുമ്പോൾ നമ്മുടെ ബാറ്റർ ചെറുതായിട്ടൊന്ന് പിരിഞ്ഞ പോലെ ആവും. അതത്ര കാര്യമാക്കണ്ട, നമ്മൾ മൈദയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വരുമ്പം ശരിയായിക്കോളും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്ററിലേക്ക് നമ്മൾ അരിച്ചു വെച്ച പൊടികളും അതുപോലെ തന്നെ ഇടവിട്ട് ഈ പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് ഇതുപോലെ ഇരിക്കും. ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലുള്ളൊരു ലോഫ് പാനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഓയിലൊക്കെ തടവി മൈദയൊക്കെ തൂവിയിട്ട് താഴെ ഒരു ബട്ടർ പേപ്പർ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള പാൻ തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ എന്ത് പാനാണോ ഉള്ളത് അത് യൂസ് ചെയ്യുക. ഞാനിപ്പം ഇന്നിത് ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓവൺ ഇല്ലാതെയും നമുക്കിത് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ മുന്നത്തെ കുറേ വീഡിയോസിൽ അങ്ങനെ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. കാണാത്തവർ പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇനി ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, എയർ ബബിൾസൊക്കെ കളയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. ഇനി ചില ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് ടൈമിൽ മാറ്റം വരും. 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് ബേക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റ് അധികം കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ഗീ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് 30 മിനിറ്റേ വേണ്ടി വന്നുള്ളൂ. അപ്പം മുകൾ ഭാഗമൊക്കെ നല്ല ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഓവനിൽ ചെയ്തുകൊണ്ടാണ് ഇതുപോലെ മുകൾ ഭാഗത്തൊക്കെ ബ്രൗൺ ആയത്. നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ ചെയ്യുന്ന സമയത്ത്
മുകൾ ഭാഗത്ത് ഇത്ര കളർ ഉണ്ടാവില്ല, എന്നാലും കേക്ക് നന്നായിട്ട് തന്നെ വരും. അപ്പം കേക്ക് കുറച്ചൊന്ന് ചൂടാറിയിട്ടാകുമ്പം സൈഡൊക്കെ ഇതുപോലെ ഒന്ന് വിടിയിച്ചിട്ട് നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ ഗീ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഗീയുടെ ഫ്ലേവറൊക്കെ വരുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. Assalamu alaikum and thank you for watching.